ലോ അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയിലേക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്ന പരാതിയിൽ ലക്ഷ്മി നായർക്കെതിരെ കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, വിദ്യാർത്ഥികളുടെ സമരം 20-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. എന്നാൽ ലോ അക്കാദമി തുറന്നു പ്രവർത്തിക്കുമെന്ന നിലപാടിലേക്ക് മാനേജ്മെന്റ് പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരുവനന്തപുരം ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരം 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എപ്പോഴും പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലോ അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ സുനിൽ അരുമാനൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, വിദ്യാർത്ഥികളുടെ സമരം 20-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഏത് വിധേനയും ലോ അക്കാദമി തുറക്കുക എന്ന നിലയിലേക്കാണ് മാനേജ്മെന്റ് നീങ്ങുന്നത്. ഇതിനായി ഹൈക്കോടതിയുടെ സഹായം തേടാനും മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലോ അക്കാദമിയുടെ സമരം ഇന്ന് 20-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുട്ടികളുടെ സമരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ, അല്ലെങ്കിൽ ആ സമരത്തിൽ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾക്ക് തയ്യാറാകാതെ കോളേജ് മാനേജ്മെന്റ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. മാനേജ്മെന്റ് അവരുടെ ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കോളേജ് തുറന്ന് പ്രവർത്തിപ്പിക്കാനായി ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സമരം ശക്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥി സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് രാവിലെ തന്നെ ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഇതുവരെയും സമയം ലഭിച്ചിട്ടില്ല. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് നിലവിലെ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്താനും ഈ വിഷയത്തിൽ ഗവർണറുടെ ഒരു ഇടപെടൽ, ചാൻസലർ കൂടിയായ ഗവർണറുടെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഗവർണറുടെ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരിക്കുന്നത്. അത് ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. മറ്റൊരു കാര്യം, ലക്ഷ്മി നായർ, അതായത് ലോ അക്കാദമിയുടെ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ കുട്ടികളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച ഒരു പരാതിയിൽ മേൽ പേരൂർക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ ബൾക്കായിട്ട് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കന്റോൺമെന്റ് AC KE ബൈജുവിന് അന്വേഷണ ചുമതല നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് കണക്ട് ചെയ്ത് മറ്റൊരു വിഷയം കൂടെ പരാതിയായി തന്നെ വിദ്യാർത്ഥികൾ പോലീസിന് നൽകിയിരുന്നു. അതായത് ദളിത് വിദ്യാർത്ഥികളെ ലക്ഷ്മി നായർ അവരുടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യിക്കാനായി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയിന്മേലും അന്വേഷണം നടത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വിദ്യാർത്ഥി പ്രക്ഷോഭം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതിനിധികളുമായി തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ മാനേജ്മെന്റുകൾ പുതിയ നിലപാടിലേക്ക് പോകുന്നു. ഈ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി അവർ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ തുടക്കം തൊട്ട് തന്നെ മാനേജ്മെന്റ് ആണ് ഈ കോളേജിനെ അടച്ചിട്ടിരിക്കുന്നത്. ഞങ്ങളല്ല. ഞങ്ങൾക്ക് ക്ലാസ് ഓപ്പൺ ചെയ്ത് എല്ലാ കുട്ടികളും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് സമരത്തിന് പിന്തുണ നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കോളേജ് തുറന്ന് പ്രവർത്തിക്കട്ടെ. ഈ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാത്ത തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. കോളേജ് തുറന്ന് പ്രവർത്തിക്കട്ടെ. ഈ അനീതികളോട് യോജിക്കുന്ന കുട്ടികൾ അകത്ത് കയറും. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഞങ്ങൾക്ക് പിന്തുണ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അന്ന് കോളേജ് മാനേജ്മെന്റ് ഇതിനിടയ്ക്ക് തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു 1-2 കുട്ടികൾ മാത്രമാണ് ഇവിടെ വന്നേക്ക്. ബാക്കി എല്ലാ കുട്ടികളും ഞങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടോടെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെ അവർ പ്രവർത്തിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ ഭയമില്ല. ഇപ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന പരാതിയിന്മേൽ തന്നെ പോലീസ് കേസെടുത്തിരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? പോലീസ് കേസെടുക്കണം, അത് അന്വേഷിക്കണം. ആ സമയത്ത് ഈ ഇത്രയും ക്രിമിനൽ ഒഫൻസസ് ചെയ്തൊരു പ്രിൻസിപ്പൾ പോലീസ് കേസെടുത്ത് കഴിഞ്ഞു. അത് സ്ഥാനത്തു നിന്ന് മാറി നിന്ന് ഇതിനെ ഫേസ് ചെയ്യല്ലേ വേണ്ടത്? ഈ ഇവിടെ തന്നെ നിന്ന് കൂടണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് എന്താണ് അർത്ഥമുള്ളത്? നിങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ 20-ാം ദിവസമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നീക്കം മാനേജ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിന്നാക്കം പോകാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. ടീച്ചർ ഈ സ്ഥാനത്ത് നിന്ന് മാറണം. ഞങ്ങൾക്ക് നല്ലൊരു കലാലയമാണ് വേണ്ടത്. ഇത്രയും കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന, ഇത്രയും കുട്ടികളെ ഹരാസ് ചെയ്യുന്ന ഒരു കലാലയമോ അതിന് മാനേജ്മെന്റോ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. അതുപോലത്തെ ഒരു പ്രിൻസിപ്പളിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. എല്ലാ കുട്ടികളെയും ഒത്തുപിടിച്ച് എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിക്കുന്ന നല്ലൊരു ഒരു അധ്യാപികയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് പ്രിൻസിപ്പൾ ആ സ്ഥാനത്ത് യോഗ്യതല്ല എന്നുള്ളത് പ്രിൻസിപ്പൾ
പല തരത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു പ്രിൻസിപ്പളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ റിപ്പോർട്ട് തന്നെ സർക്കാരിന് സമർപ്പിക്കാൻ പോവുകയാണ്. നേരത്തെ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണം വരട്ടെ, മറ്റു കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് സർക്കാരിലെത്തുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്തുമാത്രമാണ്? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ സിൻഡിക്കേറ്റ് റിപ്പോർട്ടിൽ തന്നെ ആണെങ്കിലും അക്കാഡമിക്സ് പരമായുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രിൻസിപ്പളിനെ ഡിബാർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എവിഡൻസോടെ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ലഘൂകരിച്ചാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ പലരെയും സംരക്ഷിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും 15 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വിളിച്ച് എന്താണ് പ്രശ്നമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയപരമായി ഇരിക്കാത്തൊരു പന്തൽ അവിടെ ഉണ്ട് പെൺകുട്ടികളുടെ. അപ്പോൾ ഞങ്ങളുടെ റൈറ്റ് വയലേറ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് ആരെങ്കിലും സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അപ്പോൾ ആരുമില്ലേ. ഞങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ടിട്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പോലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിൽ വരുമ്പോൾ ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കൈകളിലേക്ക് വരുമ്പോൾ ഏത് തരത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിപ്പോ സർക്കാരിനെ പറഞ്ഞല്ലോ, സർക്കാർ സംരക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ അനീതികൾ മാറ്റുവാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ ഇവിടെ ഉണ്ട്. എന്തായാലും സർക്കാരിന് വാ തുറന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതുവരെ സർക്കാരിൽ നിന്ന് നടപടി ഉണ്ടാകുന്നവരെ നിങ്ങളുടെ ഈ ആവശ്യത്തിൽ ഞങ്ങൾ ആവശ്യത്തിന് ഉറച്ചു വെക്കും. അതിപ്പം എന്തായാലും അതിൽ നിന്നും പിന്നോക്കത്തേക്ക് പോകാൻ ഞങ്ങൾ ഒരു തരത്തിൽ വിചാരിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം കഴിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായും ഇത് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിലപാടെന്ന് പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നവരെ ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകും. ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഈ സമരം കൂടുതൽ ശക്തമാക്കാനായി കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് പട്ടം ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഇവിടെ സമരം ചെയ്യുന്ന KSU വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായും മറ്റ് വിദ്യാർത്ഥികൾക്കും പിന്തുണയുമായി ഈ സമരം കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു നിലപാടിലേക്കാണ് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷികളും അത്തരത്തിൽ ഇവിടെ ഇവർക്ക് അനുഭാവം അർപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാരണം എല്ലാ സംഘടനകളും ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമായതുകൊണ്ട് തന്നെ ആ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അത്തരത്തിൽ പ്രതിനിധികൾ വിദ്യാർത്ഥികൾക്ക് ആഭിമുഖ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് ഓരോ മണിക്കൂറുകളിലും എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. കാരണം ഇനി സർക്കാരിന്റെ കയ്യിലേക്കാണ് റിപ്പോർട്ട് പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ സുനിലിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ കൂടി വാർത്തയോട് പ്രതികരിക്കുന്നതിനായി ചേരുന്നുണ്ട്. വിജിൻ, വിദ്യാർത്ഥികളുടെ സമരം 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരമപ്രധാനമായ ആ കാര്യം ഇപ്പോഴും നടപ്പാകുന്നില്ല. ഒപ്പം തന്നെ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ലോ അക്കാദമി തുറക്കുക എന്ന ആവശ്യവുമായിട്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇതിനോട് പ്രതികരിക്കുക? ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മാനേജ്മെന്റ് ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർത്തും ഒരു ഘട്ടത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും പ്രിൻസിപ്പാളിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും ശക്തമായി നിലപാടെടുക്കാൻ സാധിക്കുക മാനേജ്മെന്റിനാണ്. മാനേജ്മെന്റ് 20 ദിവസം സമരം നടക്കുമ്പോൾ എന്താ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇവിടെ യൂണിവേഴ്സിറ്റി കണ്ടെത്തുന്നു പ്രിൻസിപ്പാൾ കുറ്റക്കാരാണ്. ഇന്ന് പ്രിൻസിപ്പാളിനെതിരെ നിയമപരമായ കേസെടുത്തിരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ്. ആ രീതിയിൽ പ്രിൻസിപ്പാൾ ഒരു ഭാഗത്ത് എല്ലാ കുറ്റങ്ങളും അത് ശരിവെക്കുന്ന നിലയിലേക്ക് തെളിവുകൾ വന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടത്? വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യത്തെ കണ്ടിൽ നടിക്കുകയാണ്. ആ മുദ്രാവാക്യം കണ്ടുകൊണ്ട് ആ പ്രിൻസിപ്പാളിനെ മാറ്റാൻ ആവശ്യമായ നടപടിയാണ് മാനേജ്മെന്റ് കൈക്കൊള്ളേണ്ടത്. ഇവിടെ വീണ്ടും ധിക്കാര നിലപാടാണ് വിദ്യാർത്ഥികളോട് ഇവിടുത്തെ മാനേജ്മെന്റ് സ്വീകരിക്കും. ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇവിടെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ന്യായമായ മുദ്രാവാക്യം കണ്ടില്ലെന്ന് നടിച്ച് കോടതി സമീപിക്കുമെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിൻസിപ്പാളിനെ മാറ്റും വരെ സമരം അത് ഞങ്ങൾ ഏറ്റെടുക്കും. അതിൽ ഒരു ഘട്ടത്തിൽ മെസ്സമായി പുറകോട്ട് പോകില്ല, ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകും. വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് മാനേജ്മെന്റ് മുന്നോട്ട് പോകരുത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ ധാർഷ്ട്യം മാനേജ്മെന്റ് അവസാനിപ്പിക്കണം. ഇവരെ ആ സ്ഥാനത്ത് മാറ്റാൻ തയ്യാറാകണം. അതുവഴി വിദ്യാർത്ഥികൾക്ക് അവിടെ ക്ലാസ് തുടങ്ങാനും പഠിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനാണ് ഇവിടുത്തെ മാനേജ്മെന്റ് മുൻഗണന കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല.
വിജിൻ, ഇന്നലെ തന്നെ മാനേജ്മെന്റ് ലക്ഷ്മി നായർക്ക് പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട സാഹചര്യമില്ല, അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് വെക്കുന്നതിന് തുല്യമാണെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ആ ഒരു ഘട്ടത്തിൽ കൂടി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരത്തിൽ ലോ അക്കാദമി തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അവിടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പരീക്ഷാകാലമാണ്, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യവും. അതെ, ഇവിടെ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. എങ്ങനെ മാനേജ്മെന്റിന് മുന്നിൽ മാത്രം ഇവർ കുറ്റക്കാരല്ലാതായി മാറുന്നത്? യൂണിവേഴ്സിറ്റി അന്വേഷിക്കുന്നു, കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. വിദ്യാർത്ഥികൾ മുഴുവനായി ഒന്നടങ്കം വെളിയിലിറങ്ങി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറയുകയാണ് ഇവർ നടത്തിയ കാര്യങ്ങൾ അതിനകത്ത്. കേരളത്തിലെ ഗവൺമെന്റ് ഇവർക്കെതിരെ കേസെടുക്കുകയാണ്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഇവർ കുറ്റക്കാരാണെന്ന് പറയും. മാനേജിന്റെ മുന്നിൽ മാത്രം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിനാകെ മനസ്സിലായല്ലോ ഇവർ കുറ്റക്കാരാണെന്ന കാര്യത്തിൽ. എന്തിനാ മാനേജ്മെന്റ് മാത്രം ഇതിൽ സംശയം? ഇവിടെ മാനേജ്മെന്റ് അവരെ മാറ്റി നിർത്താൻ ആവശ്യമായി ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ആ രീതിയിൽ മാനേജ്മെന്റ് തന്നെ നിലപാടെടുക്കുകയും അവിടെ ക്ലാസ് തുടങ്ങാനും പരീക്ഷാകാലമാണ്, വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ നിലപാടെടുക്കുന്നില്ലെങ്കിൽ സമരത്തെ കടുപ്പിച്ചു കൊണ്ടുപോകേണ്ടതായി വരും. മറ്റു ദിശയിലേക്ക് സമരങ്ങൾ മാറ്റേണ്ടതായി വരും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന് ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളുടെ മാറ്റത്തിൽ അപ്പുറം, പുറത്താക്കലിനപ്പുറം മറ്റൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ഏറ്റവും ശക്തമായ സമരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ സിൻഡിക്കേറ്റ് ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശ എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലകളിൽ നിന്ന് ഡീബാർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന വിജിൻ സൂചിപ്പിച്ച ആ നിയമപ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. ഒരു സ്വകാര്യ കോളേജിന്റെ മാനേജ്മെന്റ് തലത്തിലേക്ക് ഇടപെടുക, സർക്കാരിന് ഇടപെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും ചില പരിമിതികൾ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചു, ഇന്നലെ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി ഉപസമിതിയുടെ കണ്ടെത്തൽ, ആ കണ്ടെത്തലിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. അവിടെ ചില നല്ല കാര്യങ്ങൾ കൂടി ഈ ഉപസമിതിയുടെ ഭാഗമായി കേരള യൂണിവേഴ്സിറ്റി കുട്ടികൾ കിട്ടി. ഇവിടെ ഇന്ത്യൻ മാർക്കിന്റെ പേരിലെ പീഡനം റീവൽസേഷന് വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ CCTV ക്യാമറ, അത് വിദ്യാർത്ഥിനികളുടെ ടോയ്ലറ്റ് വരെ എത്തുന്നു എന്ന് അത് 5 ദിവസം കൊണ്ട് മാറ്റാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അനുരാധ എന്ന് പറഞ്ഞ പെൺകുട്ടി കൊടുത്ത ഇന്ത്യൻ മാർക്ക് അത് ശരിയല്ല, അത് മാറ്റാനും അതിനെക്കുറിച്ച് പുനഃപരിശോധിക്കാനും യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് ആ ഉപസമിതി റിപ്പോർട്ടാകെ മോശമാണെന്ന നിലപാടൊന്നും SFIയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഞങ്ങളുടെ മുദ്രാവാക്യം ഇവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്താൻ ഇവിടെ സർക്കാരിനും ഇവിടെ യൂണിവേഴ്സിറ്റിക്കും പരിമിതികളുണ്ട്. അത് നിയമപരമായ പരിമിതിയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന പരിമിതികൾ അത് നിയമപരമായ പരിമിതികളാണ് ഒരു സ്വാശ്രയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇവിടെ നിലപാടെടുക്കാൻ കഴിയുന്നത് ഇവിടുത്തെ മാനേജ്മെന്റിനാണ്. ഇവിടെ ഗവൺമെന്റ് ഇവിടെ ജാതിപ്പേര് വിളിച്ചതിന്റെ പേര് പോലീസ് കേസെടുക്കുന്നു, യൂണിവേഴ്സിറ്റി ഉപസമിതി കണ്ടെത്തുന്നു, വിദ്യാർത്ഥികൾ പറയുന്നു, എല്ലാവരും ഒന്നടങ്കം പറയുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ അത് ശരിയാണ് എന്ന ധാർഷ്ട്യവുമായിട്ട് മാനേജ്മെന്റ് പോകുന്നത് ശരിയല്ല. അവരിവരെ മാറ്റാൻ വേണ്ടി തയ്യാറാകണം. എന്നിട്ട് ആ സ്ഥാപനത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ട് ഞങ്ങൾക്ക് കേരള ലോ അക്കാദമിയെ തകർക്കുന്ന ഒരു അജണ്ട ഇതുമായി ബന്ധപ്പെട്ടില്ല. ആ ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അത് നല്ല പ്രവർത്തനമായ കഴിഞ്ഞ 50 വർഷം പോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അവിടെ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വിദ്യാർത്ഥികളെ പരീക്ഷാകാലമാണ്, ക്ലാസ് തുടങ്ങാൻ ആവശ്യമായി ഇടപെടാൻ മാനേജ്മെന്റിന് താല്പര്യമുണ്ടെങ്കിൽ മാനേജ്മെന്റ് ചെയ്യേണ്ടത് ഈ പ്രിൻസിപ്പാളിനെ മാറ്റുകയാണ്. അവരുടെ ദാർഢ്യമായി നിൽക്കുന്നു, ധിക്കാരമായി നിൽക്കുകയാണെങ്കിൽ ഈ സമരം അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇത് വലിയ സമരങ്ങളിലേക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. SFIയെ സംബന്ധിച്ചും ഈ സമരത്തിന്റെ ദിശ മാറ്റേണ്ടതായി വരും. നിരാഹാര സമരം കിടക്കുകയാണ്. 20ഓളം ദിവസം അവിടെ നിരാഹാര സമരമാണ്. രാഷ്ട്രപിതാവ് പറഞ്ഞ സമരമാർഗം എടുക്കുകയാണ്. മറ്റു മാർഗങ്ങളിലേക്ക് ഇനി പോകേണ്ടതായി വരും. ആ നിലയിലേക്ക് സമരത്തെ എത്തിക്കാതിരിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പാളിനെ മാറ്റാൻ ആവശ്യമായ ഇടപെടൽ ഈ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ. ഞങ്ങൾ അതുവരെയും സമരം ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് കോടതി സമീപിക്കും, നിയമപരമായി പോകുമെന്നൊക്കെ പറഞ്ഞിട്ടല്ല ഈ സമയം അതിന് മറുപടി നൽകേണ്ടത്. ഇവരെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആലോചനയാണ് മാനേജ്മെന്റ് ആദ്യ അജണ്ടയായി കൊടുക്കേണ്ടത്. മാനേജ്മെന്റിന് ഈ കോളേജിനെ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകണം, വിദ്യാർത്ഥികളെ സംരക്ഷിക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വളരെയധികം നന്ദി ശ്രീ എം വിജിൻ ഈ അവസരത്തിൽ സംസാരിച്ചതിന്.